നമ്മൾ കുറച്ച് പൈസ കൊടുക്കുകയാണെങ്കിൽ ഇതാ സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ട സാധനങ്ങളൊക്കെയാണ്. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം ഇരവിഴ പൂഞ്ചിറയിലാണ്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഓണാവധിക്കുള്ള യാത്ര ആരംഭിച്ചു. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നല്ല മനോഹരമായിരുന്നു. അത്യാവശ്യം നല്ല വെയിലും നല്ലൊരു കാലാവസ്ഥയായിരുന്നു. വെയിലൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ചുരം റോഡുകളും വളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ യാത്ര ചെയ്ത് ഏകദേശം ചക്കിക്കാവിന് അടുത്തെത്താറായി. ഈ ഒരു വളവും കൂടെ കഴിഞ്ഞാൽ ചക്കിക്കാവാണ് എത്തുന്നത്. ചക്കിക്കാവിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരവിഴ പൂഞ്ചിറയിലെത്താം. ഈ കാണുന്നതാണ് ചക്കിക്കാവിലെ സെൻറ്റ് മേരീസ് ചർച്ച്. ഞങ്ങളങ്ങനെ ചക്കിക്കാവ് കഴിഞ്ഞ് ഇരവിഴ പൂഞ്ചിറയ്ക്കുള്ള റോഡുകളിലേക്ക് കയറിയിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് റോഡിനൊക്കെ വിശാലമായ വീതിയും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നേരത്തെ ഇതൊന്നും നന്നാക്കിയിട്ടില്ലായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. ഇപ്പം വിശാലമായിട്ടുള്ള ഏരിയ ഉണ്ട്. പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞങ്ങളങ്ങനെ യാത്ര ചെയ്ത് ഇരവിഴ പൂഞ്ചിറയുടെ എൻട്രൻസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് ഓണം സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറി നടക്കാനായിട്ട് തീരുമാനിച്ചു. വണ്ടി പുറത്ത് പാർക്ക് ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. അകത്തേക്ക് നമുക്ക് പോകാൻ പറ്റും, വണ്ടിയിൽ പോകാൻ പറ്റും. അത് ജീപ്പ് സർവീസുണ്ട്. അത് നമുക്ക് ഈ ഇടയ്ക്ക് കാണാനായിട്ട് സാധിക്കും. പരിസരത്ത് മാലിന്യമിട്ടാൽ നമുക്ക് 5000 രൂപ പിഴ ഈടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നല്ല വെയിലുണ്ട്. ഇപ്പം നല്ല പൊള്ളുന്ന ചൂടാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇരവിഴ പൂഞ്ചിറ, പിന്നെ ഇല്ലിക്കൽ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, പിന്നെ ഈ പോകുന്ന വഴിക്ക് ഒരു കട്ടക്കയം വാട്ടർഫാൾസ്, അങ്ങനെ ഏതൊരു വാട്ടർഫാൾസ് ഉണ്ട്. അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തിട്ടാണ്. നമ്മുടെ ചാനലിൽ ഒരുപാട് നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്. നമ്മൾ അറിയാമല്ലോ, നമ്മൾ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം നമുക്കൊന്നും വീഡിയോ ഇടാൻ പോലും പറ്റിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും തിരക്കാണ്. ഓക്കെ, ചങ്ക് ബ്രോയെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷേ ആളെന്ന് പറഞ്ഞിട്ടില്ല. വേറെ ആരുമല്ല, നമ്മുടെ ചാനലിൽ കണ്ടൻറ്റുകളൊക്കെ ഇടുന്ന ആൾ തന്നെയാണ് അഖിൽ ബ്രോ. നമ്മുടെ ഈ ചാനൽ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനെ പറ്റി ഒരു ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു യാത്രയാണ്. സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് അടുത്തായി നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ടൊക്കെ ആണ് നമ്മൾ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ ക്ഷമിച്ച് എല്ലാവരും വീണ്ടും ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വരിക. നമ്മൾ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത്, ഇതിപ്പോൾ ഓണം സമയമാണ്, അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഞങ്ങൾ വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇരവിഴ പൂഞ്ചിറയിൽ ഉള്ളൊരു ടവറാണ്. ഇത് ഈ ഇടയിൽ പണിതാന്ന് തോന്നുന്നു. ഞാൻ ആദ്യം 2018 ഇവിടെ വന്ന സമയത്ത് ഇതിവിടെ കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വലിയ ഈ റെഡ് വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചൊന്നും നമ്മൾ കണ്ടിട്ടില്ല.
കോട്ടയം ജില്ലയുടെ അതിർത്തിയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇവിടെ താഴെ വന്നു കഴിയുമ്പം നമുക്ക് ഇപ്പം കൊച്ചി, എറണാകുളം പോലുള്ള ഏരിയകളൊക്കെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. ഇടുക്കി കോട്ടയം ജില്ലയുടെ അതിർത്തികളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കട്ടിക്കയം വാട്ടർഫാൾസിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. ആ ഒരു വാട്ടർഫാൾസിൽ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. കട്ടിക്കയം വാട്ടർഫാൾസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാറിയാണ് വാട്ടർഫാൾസ് ഉള്ളത്. ഞങ്ങൾ നടക്കാൻ തുടങ്ങുകയാണ്. അപ്പുറത്തെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമുക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ. ഇതിൻ്റെ അകത്തേക്ക് വണ്ടി അനുവദിക്കില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു സ്ഥലത്ത് മഴക്കാലത്തോടനുബന്ധിച്ച് പുഴയിൽ ഇറങ്ങാൻ ആരെയും അനുവദിക്കുന്നില്ല. അത് വലിയ അപകടങ്ങളിലേക്ക് കാരണമാകും. അതുകൊണ്ട് നിങ്ങളിവിടെ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു മഴ സീസണിൽ വന്നു കഴിഞ്ഞാൽ പുഴയിൽ ഇറങ്ങാൻ പാടില്ല. അത് പുറത്തുനിന്ന് ആസ്വദിച്ചിട്ട് പോവുക. ഞങ്ങൾ തൽക്കാലത്തേക്ക് താഴോട്ട് ഇറങ്ങുന്നില്ല. ഞങ്ങൾ ഈ മുകളിൽ വന്നൊന്ന് നോക്കിയിട്ട് അത്യാവശ്യം ഫോട്ടോയൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇല്ലിക്കൽ കല്ലിൻ്റെ മല കയറാൻ തുടങ്ങുകയാണ്. നമ്മൾ ഇലവിഴാപ്പൂഞ്ചിറ കണ്ടുപോലെ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, കുറച്ച് ദൂരം റോഡ് കയറിയിട്ട് വേണം നമുക്ക് ആ ഹില്ലിൽ കയറാൻ വേണ്ടിയിട്ട്. ഇവിടെയും വണ്ടി സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കിക്കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ഡേഞ്ചറായിട്ടുള്ള ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് ഇവിടെ ടൂറിസം വകുപ്പുകാർ കൈവരിയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ നമുക്ക് എളുപ്പത്തിൽ ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇലവിഴാപ്പൂഞ്ചിറയും ഇല്ലിക്കക്കല്ലും.
അങ്ങനെ ഞങ്ങൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. അതായത് ആ ഒരു അതിൻ്റെ വ്യൂ പോയിന്റിൽ, അതായത് ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളവിടെ വന്നപ്പോഴേക്കും അത്യാവശ്യം തിരക്കുണ്ട്. ഇലവീഴാപ്പൂഞ്ചിറയും ഇല്ലിക്കൽ കല്ലും കണ്ട് ഞങ്ങളങ്ങനെ മടങ്ങുകയാണ്. അടുത്ത് പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.